രാമായണ എന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന് ക്യാരക്ടർ ടീസർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് രാമന്റെ. നമ്മുടെ രൺബീർ കപൂർ ആണ് സിനിമയിൽ രാമനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ സായി പല്ലവി, സണ്ണി ഡിയോള്, രവി ഡൂബെ മറ്റ് കഥാപാത്രങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. മ്യൂസിക് നമ്മുടെ രണ്ട് ലെജൻസ് ആണ്, ഹാൻസ് സിമ്മറും അതുപോലെ തന്നെ എ റഹ്മാനുമാണ്. ഡയറക്ടർ നമ്മുടെ ലെജൻഡായ ഡയറക്ടർ തന്നെയാണ്, നമ്മുടെ അമീർ ഖാൻ ഡെങ്കിൾ സിനിമ എടുത്ത നിതേഷ് തിവാരിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ വർഷം ദിവാലി പ്രമാണിച്ചാണ് ഫസ്റ്റ് പാർട്ട് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത പാർട്ട് അടുത്ത ദിവാലി പ്രമാണിച്ചായിരിക്കും റിലീസ്. എന്തായാലും സിനിമേന്റെ ടീസർ നോക്കുകയാണെങ്കിലും നമ്മുടെ രൺബീർ കപൂറിന്റെ ആ ലുക്കും പിന്നെ രാമനായിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സും ഫീച്ചേഴ്സും ഒക്കെ ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയാ ബ്ലെൻഡ് ആയി വരുന്നുണ്ട്. പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ വിഷ്വൽസ് തന്നെയാണ് ഈ സിനിമയ്ക്ക് VFX ചെയ്യുന്ന ഓൾമോസ്റ്റ് നമ്മുടെ ഇൻഡസ്ട്രിയലാർ, ഡൂണ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻസെപ്ഷൻ എടുത്ത ആ ഒരു VFX ടീമാണ് ഈ സിനിമയിലും VFX വർക്ക് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഓസ്കാർ ഒക്കെ നേടിയെടുത്ത ആ ഒരു VFX ടീമാണ് ഈ ഒരു സിനിമയ്ക്ക് VFX ചെയ്യുന്നത്. അത് തന്നെ ഒരു പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് നല്ല കിടിലൻ വിഷ്വൽസ് കാണാൻ സാധിക്കുന്നുണ്ട് സിനിമേന്റെ ഈ ഒരു ക്യാരക്ടർ ടീസറിലൂടെ തന്നെയായിട്ട്. ഏറ്റവും ടൈലന്റ് ആയിട്ട് ടീസറിൽ ഒരു പുഷ്പക വിമാനം കാണിക്കുന്നുണ്ട്. അതൊരു സൂപ്പർബായ ഒരു സ്റ്റണ്ണിങ് വിഷ്വൽസ് ആണെന്ന് എടുത്ത് പറയേണ്ടി വരും. എന്തായാലും രാമായണ സിനിമ എന്തായാലും IMAX ഫോർമാറ്റിലാണ് റിലീസും വരുന്നത്. അപ്പൊ എന്തായാലും ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഈ ഒരു ഡയറക്ടറിന്റെ തന്നെ ഡെങ്കൽ സിനിമ തന്നെയാണ് ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ നിലവില് 2023 കോടിയായിട്ട്. എന്തായാലും ആ ഒരു ബോക്സ് ഓഫീസ് തകർക്കാനായിട്ട് എന്തായാലും രാമായണ സിനിമേന്റെ 2 പാർട്ട് കൊണ്ട് സാധിക്കുമെന്ന് വ്യക്തമാണ്. കാരണം അത്രയും നല്ല വിഷ്വൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ ഓരോ സിനിമകളും ഇന്ത്യൻ സിനിമയിൽ നിന്ന് പുറത്തിറങ്ങിയ ആദിപുരുഷാണെങ്കിൽ പോലും അത്രയും മോശമായ ഒരു വിഷ്വൽസിൽ ആ ഒരു സിനിമയ്ക്ക് 100 കോടിയുടെ മുകളിൽ കളക്ഷൻ ഗ്രോസ് ആയിട്ട് കാണാൻ സാധിച്ചു. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും നല്ല വിഷ്വൽ ട്രീറ്റ് തരുന്ന രാമായണ സിനിമയ്ക്ക് അത്രയും വലിയൊരു കളക്ഷൻ വന്നുകൂടെ 2 പാർട്ടും കൂടിയിട്ട്? എന്തായാലും 2 പാർട്ടും കൂടിയിട്ടാണ് സിനിമയ്ക്ക് 4000 കോടി ബഡ്ജറ്റ് കാണാൻ സാധിക്കും. ഈവൻ അവതാർ സിനിമേനേക്കാളും ബഡ്ജറ്റ് തന്നെയാണ് നമ്മുടെ രാമായണ സിനിമയ്ക്ക് എന്ന് വ്യക്തമായിട്ട് പറയാം നമുക്ക്. എന്തായാലും നമ്മുടെ രാമായണ സിനിമ എന്തായാലും ഈ വരുന്ന ദീപാവലി പ്രമാണിച്ചാണ് റിലീസ് വരാൻ പോകുന്നത്. എത്ര പേർക്കാണ് സിനിമയുടെ ടീസർ ഇഷ്ടപ്പെട്ടത് കൺബോക്സ് ചെയ്യപ്പെടുത്തുക. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് രാമായണ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് അഡ്മിഷൻ ആദ്യം കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് ചാനൽ കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്.